വാട്ട് ആർ സ്കിൻ കെയർ മിസ്റ്റേക്സ് നമ്മൾ അറിയാണ്ട് അപ്പോൾ നമ്മുടെ അവസാനത്തെ ഒരു 7th ആയിട്ടും ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് ഫോർ ടീനേജേഴ്സ്, ഫോർ എവ്രി വൺ, ഫോർ ബിഗിനേഴ്സ് എല്ലാം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് സ്കിൻ കെയർ നമ്മൾ എത്ര തന്നെ ചെയ്താലും ചിലവർക്ക് സ്കിൻ കെയർ ചെയ്തിട്ടും എൻ്റെ മുഖത്ത് ആക്നെ വരുന്നുണ്ട്, പിമ്പിൾസ് വരുന്നുണ്ട്, എൻ്റെ മുഖത്ത് പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ശരിക്കും സ്കിൻ കെയർ നല്ലതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പേരൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകളാണ്. അപ്പോൾ വാട്ട് ആർ ദ സ്കിൻ കെയർ മിസ്റ്റേക്സ് നമ്മൾ അറിയാണ്ടും നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ കുറച്ച് പേര്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ സ്കിൻ കെയർ മിസ്റ്റേക്സ് ദാറ്റ് വി ആർ ഡൂയിങ്, നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സ്കിൻ കെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. മിസ്റ്റേക്സ് വളരെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാതെ ഒന്ന് മൊത്തത്തിൽ കണ്ടു നോക്കൂ, എന്നാലും ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെ മുഖം ഫേസ് വാഷും ക്ലെൻസറും ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നവരാണ്. ചിലവർ ഫേസ് വാഷ് ഉപയോഗിക്കും, ചിലവർ മൈൽഡായിട്ടുള്ള ക്ലെൻസർ ഉപയോഗിക്കും, ചിലവർ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഉപയോഗിക്കും ബേസ്ഡ് ഓൺ സ്കിൻ ടൈപ്പിനനുസരിച്ച്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് മുഖം വൃത്തിയാക്കേണ്ടത് 2 നേരമേ ഉള്ളൂ, ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ട് അല്ലേ. ഇപ്പം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മൾ ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസറോ ഉപയോഗിച്ച് നമ്മുടെ ഡേർട്സും ഇമ്പ്യൂരിറ്റീസും നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയും. വൈകിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. ഒരു നൈറ്റ് ടൈമിൽ എന്ന് വെച്ചാൽ വൈകിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലൊക്കെ പോയിട്ട് വന്ന് ജോലിയൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന ശേഷം നമ്മുടെ മുഖം ഒന്ന് നമ്മൾ ക്ലെൻസ് ചെയ്ത് കളയും. അല്ലാണ്ട് ഒരു ദിവസം ഒരു 5-6 തവണയെങ്കിലും മുഖം ക്ലെൻസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. ഓയിലി സ്കിന്നാണ്, എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, എനിക്ക് ഡെയിലി ഒരു 4-5 തവണയെങ്കിലും ഫേസ് വാഷ് ചെയ്തേ പറ്റത്തുള്ളൂ, ക്ലെൻസർ ഉപയോഗിച്ച് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ചെയ്യുന്നവർക്ക്, ഫോർ എക്സാമ്പിൾ ഡബിൾ ക്ലെൻസിങ് ഒക്കെ ഉണ്ടല്ലോ, രാവിലെയൊക്കെ ചെയ്തിട്ട് വീണ്ടും ചെയ്യുന്നവർ കാണുമല്ലോ. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നാച്ചുറലായിട്ട് കുറേ ഓയിൽസ് പ്രസൻ്റ് ആണ്, പോഴ്സും ഉണ്ടല്ലോ. നാച്ചുറലായിട്ട് നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ സ്കിൻ അത്രയും പെർഫെക്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഓവറായിട്ട് എന്ന് വെച്ചാൽ അധികമായിട്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു 5-6 തവണ ഒരു ദിവസം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കും. ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിൽസ് എല്ലാം അങ്ങ് വലിച്ചെടുത്തങ്ങ് കളയും. വലിച്ചെടുത്ത് കളഞ്ഞിട്ട് പിന്നെ എന്തോ സംഭവിക്കുന്നേ, നമ്മുടെ നാച്ചുറലായിട്ട് മോയ്സ്ചർ ഹോൾഡിങ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മുഖത്ത് ഒരു പിമ്പിൾ വന്നാലോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഓയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ പോർസും പ്രസൻ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കപ്പാസിറ്റി അതെല്ലാം അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ നഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താ ഈ പ്രശ്നം വരുന്നത് എന്ന് ആലോചിക്കുന്നവർക്കാണ് ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് ഇതാണ്, ഓവർ ക്ലെൻസിങ് മെത്തേഡ്. ഓവറായിട്ട് ഒരിക്കലും നിങ്ങളുടെ മുഖം ഫേസ് വാഷോ ക്ലെൻസറോ ഉപയോഗിച്ചോ ചെയ്യരുത്. ഡെയിലി 2 ടൈംസ്, 2 തവണ മതി, 2 കൂടുതലേ വേണ്ട. അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ക്ലെൻസ് ചെയ്യരുത്. കാരണം എസെൻഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ ഓയിൽസ് വലിച്ചെടുക്കും, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ചിലവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീനേജർ ആയിട്ടുള്ളൊരു കുട്ടി സീറം ഉപയോഗിക്കുന്നില്ല, ബട്ട് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഒരു അഡൽട്ട് ആയതിനു ശേഷം എനിക്ക് എന്തിനാ മോയ്സ്ചറൈസർ എന്ന് ചിന്തിക്കുന്നവർ ചിലപ്പോൾ കാണുമായിരിക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഏജ് സ്പെസിഫിക് അല്ല, ഏജ് ലിമിറ്റും ഇല്ല. ഏതൊരു മനുഷ്യനും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. കാരണം നമ്മൾ എത്രത്തോളം വെള്ളം കുടിച്ചാൽ കൂടിയും നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നമ്മൾ 10 ഇരട്ടി വെള്ളം കുടിച്ചാൽ കൂടിയും അത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഉള്ള വെള്ളവും കൂടെ നഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റിക് ചേഞ്ചസ് അങ്ങനെയാണ്. പിന്നെ ഹൈഡ്രേഷൻ നമ്മൾ
എപ്പോൾ തന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കൂടിയും നമ്മുടെ സ്കിന്നിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് പണിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വെളിയിൽ നിന്ന് നമുക്ക് പണി കൊടുക്കാൻ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഒരു സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്നറിയാം? മോയ്സ്ചറൈസർ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ബെനിഫിറ്റാണ്. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്, ബട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ ഇടുന്നില്ല, ഒന്നും കൂടെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആവും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ ഓയിലി സ്കിന്നാണ്, ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ ഇടണ്ട, വീണ്ടും എണ്ണമയം ആവുമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. ഇർറെസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക സ്കിൻ ടൈപ്സിനെ ഒന്നും തന്നെ ബാധിക്കത്തില്ല. ഏത് സ്കിൻ ടൈപ്സിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മോയ്സ്ചറൈസർ. സോ നിങ്ങൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ സ്കിന്നിന് പ്രീമെച്യൂർ ആയിട്ടുള്ള ഏജിങ് ഒന്നും നടക്കാതിരിക്കും. ഹൈഡ്രേഷൻ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ടോ, ഇങ്ങനത്തെ ക്രീംസും സീറംസും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു സ്കിന്നിൽ എന്താ പറയുക ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചർ ഹോൾഡിങ് കപ്പാസിറ്റി അല്ലാണ്ട് വെളിയിൽ നിന്ന് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആക്നി, പിമ്പിൾസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒന്നും വരത്തില്ല ഗൈസ്. അതാണ് ഞാൻ പറയുന്നത്. മോയ്സ്ചറൈസർ, നെവർ എവർ സ്കിപ്പ് മോയ്സ്ചറൈസർ. അതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു തന്നെ ഏകദേശം അടുത്തൊരു കാര്യമാണ്, SPF സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ സ്കിൻ ക്യാൻസർ ഫൗണ്ടേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 6 മാസം പ്രായമുള്ള കുട്ടികൾ തൊട്ട് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് സൺസ്ക്രീൻ ഇടാം. ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ ഒരു ഒന്നും തന്നെ ഒരു ബാരിയറായിട്ട് നിൽക്കുന്നില്ല സൺസ്ക്രീനിൽ വരുമ്പോൾ. എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. സോ ഗൈസ്, ഞാൻ പറയുന്ന ഒറ്റ ഒരു കാര്യമാണ്, സൺസ്ക്രീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നതിൽ അത്രത്തോളം ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും അല്ലല്ലോ. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ആവശ്യമുള്ള മനുഷ്യനൊരു സൺസ്ക്രീൻ അത് ആവശ്യമുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖമാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുത്ത്, നമ്മുടെ കൈ, നമ്മുടെ ബോഡി, ഇതെല്ലാത്തിലും ഉള്ളതാണ് ഈ സ്കിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഫോക്കസ് കൊടുക്കത്തില്ല. ഈവൻ ഞാൻ ഫോക്കസ് കൊടുക്കത്തില്ലായിരുന്നു കുറച്ച് നാളുകൾക്കൊക്കെ മുന്നേ. കാരണം മുഖത്ത് മാത്രം സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ട് ആ മുഖം സെറ്റ് ആയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നമുക്കൊരു 50 വയസ്സാകുമ്പോൾ നമ്മൾ ഈ കഴുത്തിൻ്റെ അവിടെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ കഴുത്തിൻ്റെ അവിടെ ചുളിവുകൾ വരും. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ മുഖത്തിന് ഫോക്കസ് കൊടുത്ത് മുഖം മാത്രം എങ്ങാട്ടിരിക്കും, കഴുത്ത് കൈയും എല്ലാം ഇതായിട്ടിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് തന്നെ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നോ അത് മുഖത്തും കഴുത്തും ഈ കയ്യിൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഈ ബാക്കി വരുന്ന എമൗണ്ട് ഒക്കെ നിങ്ങൾ ഇവിടെ തേക്കണം. കൈയൊക്കെ പെട്ടെന്ന് ഏജ് തോന്നിക്കും ഒരു പ്രായം കഴിയുമ്പോഴത്തേന്. അതാണ് ഞാൻ പറയുന്നത്. സോ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്, മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഒരിക്കലും മുഖം മാത്രം ഫോക്കസ് കൊടുക്കരുത്. ഫുൾ ബോഡി നിങ്ങൾ ഫോക്കസ് കൊടുക്കണം ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി മൊത്തം 4 കാര്യമായി. ഇനി 5ാമത്തെ കാര്യം, പ്രോഡക്ട്സ് ആപ്ലിക്കേഷൻ. നമ്മൾ എത്രത്തോളം മേക്കപ്പ് പ്രോഡക്ട്സ് ഇട്ടാൽ കൂടിയും നമ്മളത് ഫേസ് വാഷ് കഴുകി കളയണം. അത് കഴുകി കളയാണ്ട് രാത്രി മൊത്തവും അതും വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ സ്കിന്ന് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ഡാമേജായി സ്കിൻ ബാരിയർ ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പ്രീമെച്യൂർ ആയിട്ടുള്ള ഏജിങ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം വരും. സോ 5ാമത്തെ കാര്യം, മേക്കപ്പ് പ്രോഡക്ട്സ് ഇട്ടുകൊണ്ട് ഒരിക്കലും കിടന്നുറങ്ങരുത്. ഈവൻ ലിപ്സ്റ്റിക്ക് പോലും, ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിലോ മസ്കാര ഉണ്ടെങ്കിലോ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലോ ഐഷാഡോ ഉണ്ടെങ്കിലോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പോഴത്തേന് അത് നല്ല രീതിക്കുള്ള ഒരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരിക്കലും മേക്കപ്പ് പ്രോഡക്ട്സ് ഒരിക്കലും നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊന്നുമല്ല തയ്യാറാക്കുന്നത്. അത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം കെമിക്കൽ ഇടാവോ അത്രത്തോളം അവർ കെമിക്കൽ ഇടും. അപ്പം നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതും വെച്ചിട്ട് കിടന്നുറങ്ങിയ ആർക്കാ ദോഷം? നമുക്ക് തന്നെ അല്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളത്
ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ കിടന്നുറങ്ങാം. മൊത്തം അഞ്ച് കാര്യങ്ങളായി. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റോങ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. റോങ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേന് ഓരോ സ്കിൻ ടൈപ്സിനനുസരിച്ച് ഓരോ പ്രോഡക്ട്സ് ആണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആകാം, കോമ്പിനേഷൻ സ്കിന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ എൻ്റെ ഒരു ഫിക്സഡ് ഒരു ടൈപ്പ് അല്ല. ചില സമയത്ത് എനിക്ക് ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ വരും, ചില സമയത്ത് എനിക്ക് നോർമലാണ്. അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് എൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഓയിലി സ്കിന്നും ഉണ്ട്, ഡ്രൈ സ്കിന്നും ഉണ്ട്. അപ്പോൾ ഓയിലി സ്കിൻ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾറെഡി ഓയിലായിട്ടുള്ള സ്കിന്നായിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഇറക്കുമ്പോൾ സംഭവം എന്താണ്, നമുക്കത് ഈ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിൽസും അവർ പിടിച്ചെടുക്കും. അതേപോലെ തന്നെ ഓയിൽ ലുക്ക് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഓയിലി സ്കിൻ പ്രോഡക്ട്സ് ഇറക്കുന്നത്. അപ്പോൾ ഇതൊരാൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾ ഇത് എടുത്ത് ഉപയോഗിക്കുക, എനിക്ക് ഈ പ്രോഡക്റ്റ് വേണം, ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുക, അതിനിപ്പോൾ എന്താ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവരുടെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്ട്രാ ആയിട്ടുള്ള ഓയിൽസ് പിടിച്ചെടുക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് അല്ലേ. ഈ ഡ്രൈ സ്കിന്നിൽ ഇരിക്കുന്ന ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഇവരങ്ങ് പിടിച്ചെടുക്കും ഈ പ്രോഡക്ട്സ്. അപ്പോൾ ഡ്രൈ സ്കിൻ ആളുകൾക്ക് ഒന്നും കൂടെ ഡ്രൈ സ്കിൻ ആവും, ഒന്നും കൂടെ സ്കിന്ന് വേഴ്സായിട്ട് ഭയങ്കരമായി ഡ്രൈനെസ് വന്ന് ഫ്ലേക്കി സ്കിന്നായി മാറും. അതുകൊണ്ട് ഒരിക്കലും റോങ് പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യരുത്. റോങ് പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു ടേൺ ഓവറേ അങ്ങ് നടക്കും ഗൈസ്. കാരണം മൊത്തത്തിൽ കുളവാകും. ആഗ്നി വരുന്നവർക്ക് ആഗ്നി വരും, പിമ്പിൾസ് വരുന്നവർക്ക് പിമ്പിൾസ് വരും. അപ്പോൾ ചൂസ് ദ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോർ യുവർ സ്കിൻ ടൈപ്പ്. ആദ്യമേ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പണ്ട് ചെയ്തിട്ടുള്ളതാണ്, അതൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മൊത്തം 6 ആയില്ലേ. ഇനി ഏഴാമത്തെ കാര്യമാണ് നമ്മൾ അവസാനത്തെ ഒരു മിസ്റ്റേക്കിലോട്ട് നമ്മൾ വന്നേക്കാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രത്തോളം സ്കിൻ കെയർ റുട്ടീൻ ചെയ്താലും മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, റോങ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആഗ്നി, പിമ്പിൾസ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുമല്ലോ. അതേപോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര തന്നെ സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളും ഒക്കെ ചെയ്താലും നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഫുഡ് ആയിക്കോട്ടെ, അത് ഇംപ്രോപ്പറായിട്ട് നമ്മൾ ഭയങ്കര ജങ്ക് ഫുഡ്സിന് അഡിക്റ്റായിട്ട് ജങ്ക് ഫുഡ്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുന്നവർക്ക് എത്ര തന്നെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്താലും അതിലൊരു എഫക്റ്റ് കാണത്തില്ല. നിങ്ങളുടെ ഫേസ് ഡള്ളായിട്ടേ ഇരിക്കത്തുള്ളൂ. വേറൊരു കാര്യം, നിങ്ങളുടെ സ്ലീപ്പിംഗ് ടൈം, ഉറങ്ങുന്ന സമയം. ഒരു മനുഷ്യൻ ശരാശരി 7 തൊട്ട് 8 മണിക്കൂർ ഉറങ്ങണമെന്നാട്ടോ പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ MSc പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ പരീക്ഷ എഴുതാനായിട്ടാണ് പോയത്. പിന്നെ അവസാന ടൈമിലെങ്ങാണ്ടേ നമ്മൾ അവിടെ കോളേജിൽ കുറച്ച് നാൾ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് MSc കൂടെ ആകുമ്പോൾ പ്രാക്ടിക്കൽ, ഞാൻ സുവോളജി ആയിരുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ, ലാബ് കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ നമ്മുടെ HOD തന്നെയാണ് ഞങ്ങളുടെ ട്യൂട്ടർ. പുള്ളിക്കാരി വന്നിട്ട് പറയും, നിങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയേ പറ്റത്തുള്ളൂ, ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഒരുപാട് മോശമാവും എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം ഉറങ്ങാൻ സമയമില്ല. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരിക്കും, വീണ്ടും 5 മണിക്ക് എണീക്കും. അങ്ങനെയായിരുന്നു ലൈഫ്, ആ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ പോയത്. എനിക്കൊക്കെ ആണെങ്കിൽ ഉറക്കം ശരിയാവാണ്ട് നമ്മൾ പറയത്തില്ല നടന്ന് ഉറങ്ങുകയെന്ന്, അതേപോലെ നടന്നിങ്ങനെ കിറങ്ങിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അമ്മാതിരി സ്ലീപ്പിംഗ് പാറ്റേൺ തെറ്റിയ ഒരു ടൈമായിരുന്നു ആ സമയത്ത് ഞാനൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഞാനൊരു സൺസ്ക്രീൻ ഇട്ടിട്ടോ എനിക്കൊരു കാര്യമില്ല. പിള്ളേർ തന്നെ ചോദിക്കും, നീ എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ, കണ്ണൊക്കെ കുഴിഞ്ഞ് ഒരു കോലമായല്ലോ എന്ന് പറയും. അതാണ് സംഭവം. നമ്മൾ എത്രത്തോളം സ്കിൻ കെയർ റുട്ടീൻ ചെയ്താലും നമ്മുടെ ഉറക്കം ശരിയായ അല്ലെങ്കിൽ അത് ഭയങ്കരമായൊരു ഇമ്പാക്റ്റാണ് നമുക്ക് വരുന്നത് നെഗറ്റീവായിട്ട്. അതുകൊണ്ട് ഏഴാമത്തെ ഫൈനലായിട്ടുള്ള കാര്യം, നമ്മുടെ സിറ്റുവേഷൻസ് കാരണം നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സിൽ ഫൈനലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് നിങ്ങൾ ഹെൽത്തി ഫുഡ്സ് കഴിക്കാൻ നോക്കുക, വല്ലപ്പോഴും ജങ്ക് ഫുഡ്സ് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഉറക്കം, മാക്സിമം ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 5-6 മണിക്കൂറെങ്കിലും, മാക്സിമം ഒരു 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും 2 മണിക്കൂറോ 3 മണിക്കൂറോ അങ്ങനെയൊന്നും ഉറങ്ങാൻ സാധ്യത അത് വരുത്തരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഉറക്കം ഒന്ന് ബാലൻസ് ആക്കണം.
കാരണം കുറേ കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തിനും അത് ഭയങ്കരമായി ബാധിക്കും. അതാണ് ഫൈനലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അത് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.